സമയം വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതാകുന്ന ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ 13കാരനാകുന്ന ഞാൻ എന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ചെലവിന് എല്ലാ ദിവസവും രാവിലെ പത്രമിടാൻ വേണ്ടി പോകും. പത്രമിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് മിച്ചം പിടിച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നതും അല്പം പൈസ കൊണ്ടുവന്ന് ഉമ്മാക്കളുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറ്. കലാം എന്ന് പറയുന്ന ചെറിയ കുട്ടി, അന്ന് ഈ പറയുന്ന ഡോക്ടർ പദവിയൊന്നുമില്ല, 13കാരനാണ്. 13കാരനാകുന്ന ഞാൻ അല്പം വീട്ടിൽ പൈസ കൊണ്ടുവന്ന് കൊടുക്കും. ആ പൈസ കൊണ്ടൊക്കെ ചിലപ്പോ ഉമ്മ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കും. രാത്രിയിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ദിവസം നിൽക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, റൊട്ടിയും പട്ടാണിക്കടലയുമാണ് അന്നത്തെ ഭക്ഷണം. പട്ടാണിക്കടല തമിഴ്നാട്ടിലൊക്കെ അറിയാം. ഈ രണ്ട് സാധനം വേറൊന്നുമില്ല. അങ്ങനെ റൊട്ടി കൊണ്ടുവന്ന് വെച്ചു, പട്ടാണിക്കടലയും വെച്ചു. ഞാനും വാപ്പയും ഒരുമിച്ചിരുന്നാണ് എപ്പോഴും ഭക്ഷണം കഴിക്കാൻ. ചെറിയൊരു വിളക്ക് കത്തിച്ചുകൊണ്ടുണ്ട്, മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ നേരത്തിൽ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കും. കഴിക്കുമ്പോ ഞാൻ പെട്ടെന്ന് വിശപ്പിന്റെ കാരണത്താൽ പെട്ടെന്ന് റൊട്ടി എടുത്തിട്ട് കറിയിൽ മുക്കിയിട്ട് നാവിലേക്ക് വെച്ചപ്പോൾ കഠിനമായ ഉപ്പുണ്ട്. ഞാൻ പെട്ടെന്ന് തുപ്പിക്കളഞ്ഞു. ഞാൻ വേഗം തന്നെ ഉമ്മയോട് ചുമ്മാ ഭയങ്കര ഉപ്പല്ല, നിങ്ങളത് ശ്രദ്ധിക്കണ്ടേ, കറി വെക്കുമ്പോൾ ഇതൊക്കെ അത് ശ്രദ്ധിക്കാതെ. ഇത് പറയാനും കൂടി ഒരു കാരണമുണ്ട്. കലാം പറയുന്നു, 13കാരനാണെങ്കിലും എന്റെ ചെറിയ പൈസ കൂടി എന്തിൽ വരുന്നെങ്കിലും ഭക്ഷണത്തിന് കയറിയിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കണേ, ഇതൊരു പോയിന്റാണ്. ഇന്ന് പല ഉമ്മമാരും ഇരുന്ന് രാമന്മാരും ഇരുന്ന് ദ്വാരക്കും, അള്ളാഹു എന്റെ മോന് ജോലി കിട്ടണേ, പടച്ചവനെ ഹത്തുമ നേർച്ചയാക്കും. അവര് ജീവിതത്തിൽ സ്വന്തം കാര്യത്തിന് വേണ്ടി ഊതിയിട്ടില്ല. അവർ നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. അവർ ക്യാൻസർ പേഷ്യന്റ്, ഒരു സ്ഥലം തന്നെ മുറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഉമ്മ ഇന്ന് വരെ അതിനുവേണ്ടി ഒന്ന് നേർച്ചയായിട്ട് ഓതിയിട്ട് അത് പകുതിയായിട്ടുള്ളൂ. പക്ഷെ മകനൊരു ഹൈറായ ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് രാത്രിയിലിരുന്ന് തഹജ്ജുദ് നമസ്കരിച്ച് ദുആ ചെയ്ത് പടച്ചറപ്പിന്റെ കരങ്ങളിലേക്ക്, പടച്ചറപ്പിലേക്ക് കൈകൾ ഉയർത്തി രാത്രിയുടെ നാമങ്ങൾ ദുആ ചെയ്ത് അവസാനം മകൻ ഖത്തറിലും യുഎഇയിലും ബഹ്റൈനിലും ഒമാനിലും സൗദിയിലും എന്ന് വേണ്ട ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ മനോഹരമായ സംവിധാനങ്ങൾ പടുത്തുയർത്തി. വലിയ സംവിധാനങ്ങളായി വലിയ സാമ്പത്തികമാകുന്ന ഉത്തുംഗതയിലേക്ക് എത്തി. അവൻ ചെറിയ ചെറിയ തുകകൾ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ തുടങ്ങി. ആ പൈസ കൊണ്ട് വീട്ടിൽ കഴിയാൻ നിങ്ങൾ തുനിയുന്ന അന്ന് മകൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ആ പൈസ എന്തിനു ചെലവഴിച്ചു? അവിടെ എന്തിനാ ചെലവഴിച്ചു? ഇവിടെ എന്തിനാ ചെലവഴിച്ചു? നിങ്ങൾ ഈ ആഴ്ച ഭയങ്കര ചെലവാണല്ലോ. എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? ഈ ചൂടുള്ള കഠിനമായ സമയത്ത് AC ഇട്ട് 10 മിനിറ്റ് റൂമിലുള്ള AC ഓഫ് ചെയ്ത്. ഇപ്പോഴും ഞാൻ ചോദിക്കട്ടെ, ഈ കഠിനമാകുന്ന ചൂടുള്ളതാകുന്ന ഈ വേനലവധി സമയത്ത്, ഈ വേനൽക്കാലത്ത് വാപ്പയുടെയും ഉമ്മയുടെയും റൂമിൽ എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്തിട്ടുള്ള വീടുകൾ എത്രയുണ്ട്? മക്കളുടെ വീടുകളിൽ നല്ല റാഹത്തായിട്ട് AC സംവിധാനമുണ്ട്. വാപ്പയുടെ റൂമിലില്ല. പക്ഷെ ഉമ്മാക്ക് പരാതിയില്ല കേട്ടോ. അവർ ഇന്ന് വരെ ഒരു പരാതി പറഞ്ഞിട്ടില്ല. കാരണം അവർ ഈ കഠിനമായ പാലക്കാടിന്റെ മുറ്റത്ത് കളിച്ചു വളർന്നവരാണ്, ചൂടിനെ സഹിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരാണ്. പക്ഷെ ഒരു സാമാന്യ മനുഷ്യത്വത്തിന്റെ ഒരു രീതി വെച്ച് നോക്കിയിട്ട് അവർക്കൊന്ന് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത ആളുകൾ എത്ര പേരുണ്ട്? പ്രിയമുള്ളവരെ, മനസ്സിലാക്കണം, അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. മക്കളുടെ സമ്പാദ്യം കൊണ്ട് എന്ന് കഴിയാൻ തുടങ്ങുന്നു അന്ന് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് എഴുതി വെച്ചു. സ്വാഭാവികമാണ്. ഇന്നത്തെ തലമുറ അങ്ങനെയാണ്. കാരണം അഹങ്കാരികളാവുകയാണ്. ഇവനൊന്നുമല്ലാതെ ത്രിപിൾ സീറോയായിട്ട് വീടിന്റെ ഒരു മൂലയിൽ ഇവൻ കൂട്ടിവെച്ചതാകുന്ന എല്ലാ സംവിധാനങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് നിലകൊണ്ടതും ഒരുപാട് പഠിച്ചു. BA കാരനാണ്, MA കാരനാണ്, എഞ്ചിനീയറാണ്, ഒരു കാര്യമില്ല. ഈ പഠിച്ചു വെച്ചതാകുന്ന ബിരുദ കൂമ്പാരങ്ങളൊക്കെ വാങ്ങി ഒരു മൂലയ്ക്ക് ഇരിക്കുന്നു. ഒരാൾ ഇവനെ ജോലിക്ക് വിളിക്കുന്നില്ല. അങ്ങനത്തെ പാപ്പരാസിയാകിയ ഇവനെ ഉന്നതങ്ങളിലേക്ക്, ഉന്നതമാക്കപ്പെട്ട കമ്പനികളുടെ മാനേജറായി അവിടെയുള്ള തലങ്ങളിലേക്കൊക്കെ ഇവരെ എത്തിപ്പെടാൻ കാരണം പ്രായം ചെന്ന വാപ്പയുടെ ഉമ്മയുടെ കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനകളും ഇതുപോലെയുള്ള ആത്മീയ സദസ്സിൽ വന്നുകൊണ്ട് എന്റെ മകന് വേണ്ടി, എന്റെ മകൾക്ക് വേണ്ടി, ജോലിക്ക് വേണ്ടി ആയിരക്കണേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന നടത്തിയതുമാണ്. ആയിരങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഇന്നവർ ഉന്നതിയിലേക്ക് എത്തിയപ്പോ വാപ്പായും ഉമ്മയും മറക്കുന്ന മക്കളായി മാറി. കലാം പറയുന്നു, 13കാരനാകുന്ന ഞാൻ ഉമ്മയോട് അല്പം ഒന്ന് ദേഷ്യപ്പെട്ടു. വീണ്ടും ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടപ്പോ എന്റെ വാപ്പ എന്നോട് പറഞ്ഞു, കത്താതെ. തമിഴ്നാട് ഭാഷയാണ്. പറഞ്ഞാൽ മിണ്ടാതിരിക്കണം എന്നർത്ഥം. കത്താതെ.
അപ്പൊ ഞാൻ പിന്നെ ഒന്നും മണ്ടിയില്ല. ഞാൻ ഓർത്തിരി വാപ്പാക്കുമല്ലോ സ്പെഷ്യലാണ്. വാപ്പ അനങ്ങുന്നില്ല, റാഹത്തായിട്ട് നല്ല അടിയാണ്. ഞാൻ നോക്കുമ്പോൾ വാപ്പാക്ക് കറിയിലെ സ്പെഷ്യൽ അങ്ങനെ ഉണ്ടല്ലോ. ചില പെണ്ണുങ്ങൾ ഇഷ്ടം കൂടിയിട്ട് ഭർത്താവിന് 2 പുഴുങ്ങിയ മുട്ട സ്പെഷ്യൽ കൊണ്ട് വെച്ചു ചോറിന്റെ ഇടയിൽ